ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഓണത്തിൻ്റെ ഒരു വ്ളോഗാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഫാമിലി ആയിട്ട് ഈ വർഷത്തെ ഓണം അടിപൊളിയായിട്ടാണ് ആഘോഷിച്ചത്. എനിക്ക് ഓണം എപ്പോഴും ഭയങ്കര സ്പെഷ്യലാണ്. കാരണം എനിക്ക് ഒരുപാട് കറികളൊക്കെ വേണം. ഞാൻ അമ്മയോട് പോയിട്ട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, അമ്മ ഇത്രയും കറിയുള്ളോ ഇത്രയേ ഉള്ളോ എന്ന്. അപ്പം അമ്മ പറയും, ഞാനുള്ളതുകൊണ്ടാണ് ഇത്രയും കറികൾ എല്ലാ വർഷവും വെക്കണതെന്ന്. ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഇതൊക്കെ പ്രിപ്പയർ ചെയ്തത്. അമ്മ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യും, പിന്നെ നമ്മളെല്ലാവരും കൂടെ ഹെൽപ്പ് ചെയ്തിട്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഓണസദ്യ കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. നമ്മൾ കറികളെല്ലാം എടുത്തൊക്കെ വെച്ചു. എല്ലാവരും ഉണ്ട്, ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ കറി എണ്ണാൻ പറ്റണില്ല, ഒരുപാട് കറികളായി. ഓണം ശരിക്കും ഒരു ഒത്തൊരുമയാണല്ലോ. അപ്പോൾ ആ ഒത്തൊരുമയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിനെസ്സാണ് നമുക്ക്. ഓണം എനിക്ക് സത്യം പറഞ്ഞാൽ എപ്പോഴും ഒരു നൊസ്റ്റാൾജിയാണ്. കാരണം നമ്മൾ വൈകിട്ടാകുമ്പോൾ പൂവറിക്കാൻ പോണതും ഫ്രണ്ട്സൊക്കെ ആയിട്ട് കറങ്ങി നടക്കുന്നതും അതൊക്കെ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കുന്ന കാര്യങ്ങളായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെയൊന്നുമില്ല. കാരണം ഇപ്പം നമ്മൾ ഷോപ്പിൽ പോയി പൂ വാങ്ങുന്നു, ആർക്കും ഒന്നിൻ്റെ സമയമില്ല ഒന്നാമത്തെ. പിന്നെ ഇപ്പം ഫ്ലവേഴ്സൊന്നും കിട്ടാനില്ല ആരുടെയും വീട്ടിലൊക്കെ പണ്ടത്തെ പോലെ ഫ്ലവേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ നമ്മുടെ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ വാഴയിലയിൽ കറികളൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വാഴയിലയിൽ തന്നെ കഴിക്കുന്നതാണ് കേട്ടോ എപ്പോഴും ഇഷ്ടം. ആർട്ടിഫിഷ്യലായിട്ട് ഇപ്പോൾ ഒരുപാട് വാഴയിലകളും കാര്യങ്ങളൊക്കെ കിട്ടുമെങ്കിൽ പോലും നമ്മൾ ഒറിജിനലായിട്ടുള്ള ഒരു ഇലയിൽ കഴിക്കുന്നത് ഭയങ്കര രസമാണ്. അങ്ങനെ കറികളൊക്കെ വിളമ്പി കഴിഞ്ഞു. നമ്മൾ ഫാമിലി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചു. എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് നമ്മൾ താഴെ ഇരുന്ന് തന്നെ കഴിക്കുന്നത്, പായിട്ട് പഴയ ഒരു രീതിയിൽ തന്നെയാണ് എല്ലാവരും കഴിക്കുന്നത്. അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു സമയമാണ്. പിന്നെ നമ്മൾ പായസം കഴിച്ചു. പരിപ്പ് പായസം ഉണ്ടാക്കിയത്, പപ്പടവും പഴവും പായസവും. ഓണം എന്ന് പറയുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഇഷ്ടം പരിപ്പിൻ്റെ പായസമാണ്. അങ്ങനെ പായസത്തോടു കൂടി ഈ വർഷത്തെ ഓണം നമ്മുടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി കുറച്ച് നേരം മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ നമ്മുടെ പൂക്കളത്തിൽ നിറയെ ഉറുമ്പ്. സാരമില്ല, അവർക്കും ഒരു ഓണസദ്യ. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.